ആലപ്പുഴയെ ലോക നിലവാരത്തിലുള്ള ജലവിനോദസഞ്ചാര കേന്ദ്രമാക്കി പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. പദ്ധതിക്ക് 74.95 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ ധനസഹായം ഉൾപ്പെടെ വിനിയോഗിച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് പദ്ധതി നടത്തിപ്പിനുള്ള നോഡൽ ഏജൻസിയായി നിശ്ചയിച്ചിട്ടുള്ളത്. സ്വദേശ് ദർശൻ 2 പദ്ധതിയുടെ ഭാഗമായാണ് ആലപ്പുഴ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള യോഗം കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ MLA-മാരായ പി ചിത്തരഞ്ജൻ, H സലാം എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു. ആലപ്പുഴ ബീച്ചിന്റെ വികസനം, കനാൽ പുനരുദ്ധാരണം, കായൽ തീരത്തുള്ള ക്രൂയിസ് ടെർമിനൽ എന്നിവ കോർത്തിണക്കിയുള്ള ബീച്ച് കായൽ ടൂറിസത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. കനാൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പ്ലാസ, ബോട്ട് ഡെക്ക്, ബോട്ട് ജെട്ടിയുടെ പുനരുദ്ധാരണം തുടങ്ങിയവ ഒരുക്കും. കായലിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ, ബോട്ട് ടെർമിനൽ, കഫ്റ്റീരിയ, ബോട്ട് ഡെക്കുകൾ എന്നിവയുണ്ടാകും. നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത വർഷം ഫെബ്രുവരിയിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ പ്രവൃത്തികളുടെ ചുമതല. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് കുമാർ കീനി രൂപരേഖ അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ആലപ്പുഴ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്ന പദ്ധതിക്ക് 93.177 കോടി രൂപയാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുവദിച്ചത്. ഇതിന്റെ ആദ്യ ഗഡുവായി 9.3177 കോടി രൂപ നീക്കിവയ്ക്കുകയും ചെയ്തു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രങ്ങളായ ആലപ്പുഴ ബീച്ച്, കനാൽ തീരങ്ങൾ, അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ എന്നിവയെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്നതിനുള്ള വികസനവും നവീകരണവുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആലപ്പുഴ ബീച്ചിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ 24.45 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇരിപ്പിടങ്ങൾ, നടപ്പാതകൾ, ദീപാലങ്കാരങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ്, സൂചനാ ബോർഡുകൾ, പാർക്കിംഗ് ഗ്രൗണ്ട്, പ്രദർശന വേദികൾ, കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനുകൾ, കായിക വേദികൾ, CCTV-കൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴയുടെ ജീവനാഡിയായ കനാലുകളുടെ കരങ്ങൾ നവീകരിക്കുന്നതിന് 37 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ, ദീപാലങ്കാരങ്ങൾ, പ്ലാസുകൾ, ബോട്ട് ഡോക്കുകൾ, കഫേകൾ, ബോട്ട് ജെട്ടിയുടെ വികസനം, പൊതുജനങ്ങൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ, സൂചനാ ബോർഡുകൾ, CCTV-കൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. പുന്നമട ഫിനിഷിംഗ് പോയിന്റിലെ ബോട്ട് ടെർമിനൽ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ വലിയ ആകർഷണമാണ്. ഇവിടെ 8.5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർക്കിംഗ്, മറീന, എക്സ്പീരിയൻസ് സെന്റർ, ഇൻഫർമേഷൻ കയോസ്കുകൾ, സാഹസിക വിനോദ കേന്ദ്രങ്ങൾ, ഭക്ഷണശാലകൾ, ശുചിമുറികൾ തുടങ്ങിയവ വരുന്നതോടെ ധാരാളം പരിപാടികൾക്ക് കേന്ദ്ര ബിന്ദുവായി ബോട്ട് ടെർമിനൽ മാറും. കൂടാതെ സോഫ്റ്റ് ഇന്റർവെൻഷനായി 4 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ മനോജ് കിനിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 10 എംപ്ലാൻ വിദ്യാർത്ഥികളാണ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.